അമ്മയ്ക്ക് ഈ വരയിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള പാർട്ടിയാണോ? വരക്കാനൊക്കെ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഇതിന് പല ചിത്രരചന, അങ്ങനെ ചിത്രരചന പെയിൻറ്റിങ്ങിലൊക്കെ അങ്ങനെയൊക്കെ പങ്കെടുക്കാറുണ്ടോ? ആര് ഇല്ലേ? അതെ. അപ്പോൾ ലോഗോ ആദ്യമായിട്ടാണ് ഇത് വരക്കുന്നത്. വരച്ച ആദ്യം തന്നെ സമ്മാനത്തിന് അർഹയും ചെയ്യില്ലേ? വീരവിളി വരവും കണ്ടാനന്ദിച്ചു വിദഗ്ധരെന്നുറച്ചുള്ളിലാശ കൊണ്ടു വലുതായിട്ടുള്ള തകൃതത്തോം തകതവും തികതാരികതോം തികടത്തോ തകതവും തികതാരികതോം തികതാരികതോം. ഏറെ പ്രധാനപ്പെട്ടത് കാവ്യസ്മാരണ ചരിത്ര സംഗീത ചൗതാളത്തിലെ ഒരു ഭാഗം ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ച ഞങ്ങൾ ആരംഭിക്കട്ടെ ചരിത്ര സംഗീത ചൗതാളം ഫ്ലോറിഫസ്. SDPയിലാണ് പഠിക്കുന്നത്. ഞാൻ ഹയർ സെക്കൻഡറി വിഭാഗം നാടോടി നൃത്തമാണ് ഞാൻ ഇന്നലെ കളിച്ചത്. ഇതെൻ്റെ അമ്മയാണ്. ഇന്നലെ ഞാൻ കളിച്ചപ്പോൾ എനിക്കൊട്ടും വയ്യായിരുന്നു, എന്നാൽ പോലും ഞാൻ കളിച്ചു. പക്ഷേ ഇവിടെ ജഡ്ജ്മെൻറ്റ് ശരിയല്ലായിരുന്നു. വന്ന ജഡ്ജ്മെൻറ്റും തൊത്തുകളിയൊക്കെ തന്നെ ആയിരുന്നു. എന്ന് വെച്ചാൽ ഒട്ടും കളിക്കാത്ത പിള്ളേർക്ക് വരെയാണ് ഇവിടെ ഫസ്റ്റ് കൊടുത്തത്. ഞാൻ LP വിഭാഗം തൊട്ട് ഞാൻ പോണേണ്. ഇതുവരെ ഞാൻ ഒന്നിനും തോറ്റിട്ടൊന്നും വന്നിട്ടില്ല. എനിക്കിപ്പോൾ ഇട്ടേക്കണ പൊസിഷൻ ലാസ്റ്റായിട്ടാണ് ഇട്ടേക്കണത്. എനിക്ക് വയ്യാനിട്ടും കൂടി ട്രിപ്പിട്ട് ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് ഞാൻ വന്ന് എന്നാൽ പറ്റുന്ന എഫേർട്ട് ഇട്ട് ഞാൻ കളിച്ചത്. ഇപ്പം എനിക്ക് അപ്പീൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പോകാനുള്ള അവസരം തരണം. ஆழ்தோட்ட பூபதி நானடா, அந்த அமர தோட்ட பூபதியும் நானடா. ஒரு பாட்டு நான் பாட போறேன் கேளுடா, அந்த பாட்டு சொல்லும் சங்கதியை கேளுடா. சிவமுத்தமெல்லாம் ஒரு குத்தாரம்மா இவ மூடி வச்ச. മട്ടാഞ്ചേരി ഉപജില്ലാ കലോത്സവം ഇന്ന് അവസാന ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ മിക്കവാറും പ്രോഗ്രാമുകൾ പൂർത്തിയായിട്ടുണ്ട്. ഈ പൂർത്തിയായ പ്രോഗ്രാമുകളുടെ മിക്കവാറും റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പബ്ലിഷ് ചെയ്ത റിസൾട്ടുകളുടെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കുന്നതിന് നമ്മളോടൊപ്പം സഹകരിച്ചത് നമ്മുടെ അവർ ലേഡീസ് TTIയിലെ അധ്യാപക വിദ്യാർത്ഥികളാണ്. അവർ വളരെ ഭംഗിയായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. ഒത്തിരി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് OLTTIയിലെ നമ്മുടെ BEd സ്റ്റുഡൻസിന്. ഒത്തിരി താങ്ക്സ്. ஒரு மத்தாளம்மா காதல் கல்யாணத்தை அந்த சாமி செஞ்சானடா.
சாமி அட ஆள் தோட்ட பூபதி நானடா அந்த அமர தோட்ட பூபதியும் நானடா ஒரு பாட்டு நான் பாட போறேன் கேளுடா அந்த பாட்டு சொல்லும் சங்கதிய கேளுடா Round and round. What did I do? What did I do? Time out, if you know what I mean. One time, and I'm on a one. Fly, what does he do, Mr. One time, and I'm on a one. தொட்டு பேசும் பூங்கொடி தூக்கம் கெட்டு போனே நானடி உள்ளுக்குள்ளே ரத்தம் ஊறுதே உன்னால் வாசை எல்லை மீறுதே தூண்டில் சிக்காத மீன் ஒண்ணு വളരെ നല്ല രീതിയിൽ നമുക്ക് ഒരു വലിയൊരു പ്രോഗ്രാമാണ് കുമ്പളക്കാരുടെ സ്വന്തം പാരമ്പര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം കുട്ടികൾക്ക് പ്രോത്സാഹനം എന്നുള്ള ഉദ്ദേശമാണ് മനസ്സിലാക്കുക മാക്സിമം ഇവർക്ക് സപ്പോർട്ട് നൽകുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലുണ്ട് നമ്മൾ വിചാരിച്ചപ്പോൾ ട്രോഫിയാണ് ഏറ്റവും കുട്ടികളുടെ അടുത്തേക്ക് എത്തുന്ന ഒരു സംഭവം അങ്ങനെയാണ് ട്രോഫിയിലേക്ക് എത്തിയത് മാക്സിമം ഞങ്ങൾ മാർക്കറ്റിംഗ് എല്ലാവരും ഞങ്ങളോട് സഹായിച്ചു സ്പോൺസർ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അങ്ങനെ നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ അതുകൊണ്ട് നമ്മൾ 245 ഇൻഡിവിജ്വൽ പ്ലസ് അതോടൊപ്പം തന്നെ നമ്മൾ ഓവറോൾ കുട്ടികൾക്ക് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ഗ്രൂപ്പ് ഐറ്റംസിന് അത് വലിയൊരു പ്രശ്നമാണ്. പുതിയ വിഭാഗം ജനറൽ സംസ്കൃതോത്സവം അറബിക്കലോത്സവം വിഭാഗത്തിൽ 3 ഐറ്റങ്ങളാണ് പുതിയ ട്രോഫികൾ കൊടുക്കുന്നത് നല്ല വലിയ കാര്യം തന്നെയാണ്. കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ലോ ആൻഡ് ഓർഡറും അതേപോലെ മറ്റുള്ള പ്രവർത്തനങ്ങളിൽ സെൻറ്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC ആർമി നേവൽ യൂണിറ്റുകളുടെ കുട്ടികളുടെ പരിപൂർണമായിട്ടുള്ള സഹകരണം നമ്മുടെ ഈ ഉപജില്ലാ കലോത്സവത്തിനുണ്ടായി. എല്ലാ തരത്തിലും കുട്ടികൾ നന്നായിട്ട് സഹകരിച്ചു. അതേപോലെ തന്നെ വിവിധ കമ്മിറ്റികളിൽ ട്രോഫി കമ്മിറ്റി അതേപോലെ മറ്റ് കമ്മിറ്റികളിലൊക്കെ എല്ലാ തരത്തിലുമുള്ള സഹകരണം ഈ കുട്ടികളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിനമാണ്. ഈ ദിനത്തിൽ ക്ലീനിങ് പ്രോഗ്രാമോടുകൂടി തന്നെ ഈ കമ്മിറ്റിയുടെ പരിപൂർണമായിട്ടുള്ള സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ. അതുപോലെ നമ്മളുടെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായ ശ്രീ സബീർ പി PHSSന്റെ മാനേജറായ സിയാദ് ഹുസൈൻ, ശ്രീ ജോസഫ് സെബാസ്റ്റ്യൻ ലൈറ്റ് ആൻഡ് സൗണ്ട് കൺവീനർ, ശ്രീ ശ്രീകുമാർ L സ്റ്റേജ് ആൻഡ് പവർ. കുട്ടികൾ കൂടുതലും മൊബൈലിലും മയക്കുമരുന്നിലേക്ക് വ്യാപൃതരാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ഈസ് നാച്ചുറൽ ഹാർമോണിയസ് ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ സമഗ്രമായ വ്യക്തിത്വ വികാസം, അതാണ് വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്നത്. വളരെ അക്ഷീണമായിട്ട് പ്രവർത്തിച്ച് ക്ഷീണിതരായിരിക്കുന്ന ഈ അവസ്ഥയിൽ വലിയൊരു അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ബഹുമാനിയായ
ആ സാഹചര്യത്തിൽ കൃത്യസമയത്ത് തന്നെ ഈ പരിപാടിയിലെത്തി. എറണാകുളം ജില്ലയിലെ വിദ്യാലയങ്ങളിൽ നിരവധി നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടുള്ള ഒരു അധ്യാപകൻ കൂടിയാണ് പ്രൊഫസർ കവി തോമസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഈ വിദ്യാലയത്തിൻ്റെ ഇതേ സമയത്ത് കഴിഞ്ഞ നവംബർ 17 ഈ വിദ്യാലയത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ മുന്നോട്ട് നയിക്കുന്ന ബഹുമാനിയായ AIUക്ക് പ്രത്യേകം നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഈ പരിപാടിയെ പല പരിപാടികളിലും നമ്മുടെ വിദ്യാലയത്തിൽ നിന്നുമില്ല പാഠ്യേതര വിഷയങ്ങളിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം വളരെ ഔന്നത്യത്തിൽ അടുത്ത കാലത്ത് 4 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് എറണാകുളത്ത് നടന്ന കായികോത്സവം വളരെയധികം ശ്രദ്ധയാകർഷിച്ച ഒന്നായി. എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഉപജില്ലാ ദേവസ്വത്തിന്റെ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. തോമസ് എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുകയാണ്. പല വിധത്തിലുള്ള കലകൾ നമ്മൾക്ക് ആ ഒരു സംഭാഷണ നമുക്ക് വളരെയധികം പരസ്പര സ്നേഹത്തോടെ സഹകരണത്തോടെ നമുക്കൊരു മത്സര ബുദ്ധി എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് കലുഷിതമാക്കുന്ന മത്സര ബുദ്ധിയോടെ അല്ലാതെ സൗഹാർദ്ദത്തോടെ നമ്മുടെ കലകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് നമ്മൾക്ക് കഴിവുള്ള ആ കലകളെ നമ്മുടെ ജീവിത നിലവാരത്തിൽ നമ്മൾ ആ കലകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ കലയുടെ ഭാഗമായി നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ആശംസാ പ്രസംഗം ഇവിടെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ അതുകൂടാതെ എനിക്ക് പറയാനുള്ളത് ഒരു പരിപാടി നമ്മൾ നടത്തുമ്പോൾ ഒളിമ്പിക്സ് മാതൃകയിലാണ് നടത്തുന്നത്. ഒളിമ്പിക്സ് മാതൃകയിൽ ഒരു കായിക മേള നടത്തുന്ന അനുഭവം എറണാകുളം ജില്ലയിൽ ഉണ്ടായി. അത് കേരള ചരിത്രത്തിൽ ആദ്യമാണ്. കേരള ചരിത്രത്തിൽ ആദ്യത്തെ സ്കൂൾ ഒളിമ്പിക്സ് മാതൃകയിലുള്ള സ്കൂൾ കായികമേള നടന്ന ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ അത് എറണാകുളം. ഞാനിത് സൂചിപ്പിച്ചത് തൊട്ടടുത്ത ദിവസം കഴിഞ്ഞ തിങ്കളാഴ്ചയൊക്കെയാണ് ഇതിൻ്റെ കായികമേളയുടെ സമാപനം നടന്നത്. 25,000 കുട്ടികൾ വരുമ്പോൾ ആ കുട്ടികളുടെ അച്ഛനമ്മയെ കൂട്ടിയാൽ 75,000 പേരാണ്. ഇതവരെ അധ്യാപകരെ ചേർന്ന് 1 ലക്ഷത്തിലധികം ആളുകളാണ് കേരളത്തിൽ കായികമേളയിൽ പങ്കാളികളാണ് ചെയ്യുന്നത്. ഈ മത്സരങ്ങൾ നടത്തുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ആ മത്സരങ്ങളൊക്കെ ഇതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ സുമാമഠത്തിനെയും സുമാമഠത്തിന് ഒപ്പം നിൽക്കുന്ന എല്ലാ അധ്യാപകരെയും ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നന്ദി, നമസ്കാരം. വിന്നർ MMLP സ്കൂൾ പഴയപ്പള്ളി 45 പോയിന്റോടുകൂടി മട്ടാഞ്ചേരി സബ് ജില്ലയിൽ അറബിക് കലോത്സവത്തിൽ 1ാം സ്ഥാനം 2 സ്കൂളുകളാണ് പങ്കുവയ്ക്കുന്നത്. 1ാം സ്ഥാനം പങ്കുവയ്ക്കുന്നത് SDPY LPS പള്ളൂർത്തി 45 പോയിന്റുകളോടെ. 2 സ്കൂളുകൾ ഒരേ
സുധ എൻ മാഡത്തെ സാദരം ക്ഷണിക്കുകയാണ്. സംഘടിപ്പിച്ച ഇൻക്ലൂസീവ് കായിക മേള പോലെ നമ്മുടെ ഈ കലോത്സവത്തിൽ ഇൻക്ലൂസീവ് കലോത്സവമായിരുന്നു എന്ന് നമുക്ക് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ചുള്ളിക്കൽ സെയിൻറ്റ് ജോസഫ് സ്കൂളിലെ ബ്ലൈൻഡായ അസ്നാൻ മുഹമ്മദ് എന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥി പൊതുവിഭാഗത്തിലെ വിദ്യാർത്ഥികളുമായി മത്സരിച്ച് 3 വിഭാഗങ്ങളിൽ സമ്മാനം നേടുകയുണ്ടായി. മാപ്പിളപ്പാട്ടിൽ ഫസ്റ്റ് A ഗ്രേഡും, ലളിതഗാനത്തിൽ സെക്കൻഡ് A ഗ്രേഡ്, പദ്യചൊല്ലലിൽ B ഗ്രേഡ് എന്നിങ്ങനെ 3 സമ്മാനം ലഭിക്കുകയുണ്ടായി. ഏകദേശം ഈ പ്രദേശങ്ങളിലുള്ള 72ഓളം വിദ്യാലയങ്ങളിൽ നിന്നുള്ള 4138 വിദ്യാർത്ഥികളാണ് 359ഓളം വരുന്ന മത്സര ഇനങ്ങളിൽ ഇവിടെ പങ്കെടുത്തത്. അതിൻ്റെ വിജയാരവം നമ്മൾ നടത്തി കഴിഞ്ഞു. ഈ അവസരത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളിലെ അധ്യാപകര് തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് അക്കാദമികമായ കാര്യങ്ങൾ പറഞ്ഞു നൽകുന്നതോടൊപ്പം തന്നെ അവരുടെ സർഗവാസനകളും കലാവാസനകളും ഉത്തേജിപ്പിക്കുന്ന തരത്തിൽ അവർക്ക് വേണ്ട പരിശീലനം നൽകിയ അധ്യാപകര്, വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് മാസങ്ങളോളം തയ്യാറെടുപ്പ് വന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾ, ഈ നാട്ടുകാരെ എല്ലാവരും ചേർന്ന് ഈ ഉത്സവം വലിയ